മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ലൈവ് ന്യൂസ്. പത്തനംതിട്ട തിരുവല്ലയിൽ യുവതിക്കു നേരെ മദ്യപന്റെ ആക്രമണം. പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വച്ച ശേഷമാണ് തിരുവല്ല സ്വദേശി ജോജോ യുവതിക്കു നേരെ ആക്രമണം നടത്തിയത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആശുപത്രിയിലെത്തിച്ച പ്രതിയെ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എൻ്റെ അനിയത്തി ഇതുപോലെ ഫോൺ ചെയ്തു, കാരണം പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങി വരുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇതുപോലെ വണ്ടി സൈഡിലോട്ട് ഒതുക്കി നിർത്തിയിട്ട് ഞാൻ കുപ്പി എടുക്കാനായിട്ട് അങ്ങോട്ട് ഇച്ചിരി നീങ്ങിയപ്പോഴത്തേക്ക് ഈ കക്ഷി വന്നിട്ട് താക്കോൽ എടുത്തുകൊണ്ട് നടന്നങ്ങ് പോയി. അപ്പോൾ ആരാടാന്ന് ഞാൻ ചോദിച്ചു. താക്കോൽ ഇങ്ങോട്ട് തന്നെ പിടിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൈ പിടിച്ചങ്ങ് തിരിച്ചപ്പോൾ താക്കോലിനെ പിടിച്ചപ്പോൾ താക്കോലിൻ്റെ സൈഡ് കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞിട്ട് ബ്ലഡ് വന്നു. ഭയങ്കരമായിട്ട് ബ്ലഡ് വന്നപ്പോഴത്തേക്ക് എനിക്ക് തല ഇറങ്ങുന്ന പോലൊക്കെ തോന്നി. ഞാൻ ഒരു പരിചയമില്ലാതെ അവിടെ കൊണ്ട് വണ്ടി നിർത്തി. എനിക്ക് അറിയത്തില്ല ആരെന്താണെന്ന്. വണ്ടി കൊണ്ട് സൈഡിലോട്ട് കൊണ്ട് നിർത്തി അവിടെ ഈ സംഭവം ഉണ്ടായിരുന്നു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ മദ്യപിച്ച ആളും ഈ യുവതിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ വെറുതെ അവർ തമ്മിൽ വല്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഉണ്ടോ? ഇതൊന്നുമില്ലാതെ മദ്യത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ അതിക്രമം നടത്തുകയായിരുന്നോ? പോലീസ് സ്റ്റേഷനിലും അതിക്രമം നടത്തിയിട്ടുണ്ടല്ലോ ഇയാൾ. സ്മിത, നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ നെടുമ്പറമ്പിൽ ചിറ്റ് ഫണ്ട്സിൻ്റെ ഒരു തട്ടിപ്പ് വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് തിരുവല്ലയിൽ എത്തുന്നത്. ആ സമയമൊക്കെ ഇയാൾ അവിടെ തന്നെ ഈ തിരുവല്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്നു. പോലീസുകാരെ അടക്കം അസഭ്യം പറഞ്ഞ് ഒരു ബൈക്കിലായിരുന്നു ഇയാൾ എത്തിയത്. പോലീസുകാരോട് അസഭ്യം പറഞ്ഞ് അവിടെ തന്നെ തുടരുകയായിരുന്നു. പോലീസുകാർ പക്ഷേ ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവർ മൈൻഡ് ചെയ്തിരുന്നില്ല. അവർ ഇയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിരുന്നു ശ്രമിച്ചത്. പോലീസുകാരെ ഈ ബൈക്ക് ഇവിടെ തടഞ്ഞു വെച്ച് ഇയാളെ പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. കാരണം തീർത്തും മദ്യപിച്ചാണ് നിൽക്കുന്നത്. സ്വാഭാവികമായി അവിടെ വന്ന് നിന്ന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടായാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് പോലീസുകാർ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാളെ പൂർണ്ണമായി അവിടെ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത് ഒരു ഓട്ടോ ഡ്രൈവർ കൈ ഉയർത്തി ആളുകളെ വിളിക്കുന്നത് നമ്മൾ കാണുന്നത്. പിന്നീടാണ് നമ്മൾ ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോഴേക്കും ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ചോര വാർന്ന് ഒലിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ തന്നെ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ചില പോലീസുകാരും ഒക്കെ ചേർന്ന് തന്നെയാണ് ആശുപത്രിയിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നത്. ഈ വെങ്ങോൽ സ്വദേശി കൃപ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. 25 വയസ്സുകാരിയാണ്. ഈ പെൺകുട്ടി അതിലൂടെ വാഹനം ഓടിച്ച് ബൈക്ക് ഓടിച്ച് വന്ന് അവിടെ വാഹനം നിർത്തിയിരിക്കുകയായിരുന്നു. പെട്രോളും എന്തോ കുറവ് നോക്കാൻ വേണ്ടി വാഹനം നിർത്തിയിരിക്കുകയായിരുന്നു. ആ സമയമായിരുന്നു ഇയാൾ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അശ്ലീല പ്രദർശനമൊക്കെ കഴിഞ്ഞ് അശ്ലീല പ്രദർശനം അടക്കം നടത്തിയിരുന്നു. അവിടെ അസഭ്യ പ്രയോഗം നടത്തിയിരുന്നു. അതിനുശേഷം നേരെ വന്ന ഈ പെൺകുട്ടിയുടെ വാഹനത്തിൻ്റെ കീ ഊരിയെടുക്കുകയായിരുന്നു. ഈ ചാവി ഊരിയെടുത്തപ്പോൾ പെൺകുട്ടി ഇത് ചോദ്യം ചെയ്തു. ആ ചാവി ഇങ്ങോട്ട് തരാൻ ആവശ്യപ്പെട്ടപ്പോൾ കൈ പിടിച്ച് തിരിക്കുകയും ഈ ചാവി വെച്ച് കയ്യിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അപ്പോൾ തന്നെ ഒരുപാട് മുറിവ്, ചോര ആ സമയത്ത് പോയി. ആ പെൺകുട്ടി ആ സമയം തന്നെ ബോധരഹിതയായി വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ അവിടെ മാധ്യമപ്രവർത്തകരും പോലീസും എത്തി ഉടൻ തന്നെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ കാര്യമായ രീതിയിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു ഡ്രിപ്പെല്ലാം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് കുഴപ്പമില്ല. ആ പെൺകുട്ടിയുടെ പ്രതികരണമാണ് നമ്മൾ കേൾപ്പിച്ചത്. അതിനുശേഷമാണ് ഏതാണ്ട് തിരുവല്ല ടൗണിൽ വെച്ച് തന്നെ ജോജോ എന്നാണ് അയാളുടെ പേര്. ഈ മദ്യപിച്ചു എന്ന് ഈ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി പറയാൻ കഴിയില്ല. മദ്യമാണോ മറ്റെന്തെങ്കിലും ലഹരിയാണോ എന്ന് പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അതിനുവേണ്ട രക്തസാമ്പിളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇയാളെ 10 മിനിറ്റിന് ശേഷം തിരുവല്ലയിലെ ഒരു ബാറിന് സമീപത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ ബന്ധുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരുടെ നേരെ രൂക്ഷമായ രീതിയിലുള്ള തെറിപ്രയോഗങ്ങളടക്കം നടത്തിയാണ് അയാൾ അതിനകത്തേക്ക് കയറിപ്പോയത്. എന്തായാലും അതിനുശേഷം പെൺകുട്ടിയുടെ ബന്ധുക്കൾ, സ്ത്രീകളടക്കം, സ്ത്രീകളും അടക്കം ചെരിപ്പൂരി ഇയാളെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വാഹനത്തിൽ കയറ്റിയപ്പോൾ സഹോദരനും അതുപോലെ തന്നെ പിതാവും ചേർന്ന് രൂക്ഷമായി തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും പോലീസ് അപ്പോൾ തന്നെ ഇയാളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് ആക്രമണ കാരണം എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. എന്തായാലും ഇരുവരും തമ്മിൽ യാതൊരു പരിചയവുമില്ല എന്ന് പെൺകുട്ടി ഉറപ്പിച്ചു പറയുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ വരുത്തുന്ന വിപത്ത് അത് മദ്യമാണോ മയക്കുമരുന്നാണോ എന്ന കാര്യത്തെക്കുറിച്ച് സംശയമുണ്ട്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേർന്നത്. തിരുവല്ല സ്വദേശി ജോജോയാണ് യുവതിയെ ആക്രമിച്ചതിനെ തുടർന്ന് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ആശുപത്രിയിൽ എത്തിച്ച പ്രതിയെ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.